ഉദ്യോഗസ്ഥരുടെ സ്വയം വിരമിക്കൽ തടയാൻ ബോധവൽക്കരണവുമായി പോലീസ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ബോധവൽക്കരണം. ജില്ലാ പോലീസ് മേധാവികളാണ് ഇതിന് നേതൃത്വം നൽകുക. വിവരങ്ങളുമായി ആർ രാജീവ് ചേരുന്നുണ്ട്. രാജീവ്, ഈ സ്വയം വിരമിക്കൽ ഉദ്യോഗസ്ഥരുടെ തടയാൻ പോലീസ് ബോധവൽക്കരണം നടത്തുന്നു എന്നുള്ളത് സ്വയം വിരമിക്കുന്നവരുടെ എണ്ണം കൂടുന്നതാണോ ഇതിന് കാരണം? എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ലക്ഷ്മി, കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാന പോലീസിൽ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ആഭ്യന്തര വകുപ്പ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ചാണെങ്കിൽ 2019 മുതൽ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടി വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ബോധവൽക്കരണം നൽകണമെന്ന ഒരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ADGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം നൽകി സ്വയം വിരമിക്കാനുള്ള അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ ആ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി ബോധവൽക്കരണം നൽകണം. എന്ത് കാര്യം കൊണ്ടാണ് അവർ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകുന്നത് എന്ന കാര്യം കൃത്യമായി പരിശോധിക്കണം എന്ന നിർദ്ദേശമായിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ADGP നൽകിയത്. നേരത്തെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലും ഈ വിഷയം ചർച്ചയായിരുന്നു. പ്രധാനമായും പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥർ സ്വയം വിരമിക്കുന്നത്. അതിന് കാരണം പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അമിത ജോലിഭാരവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവുമാണ്. മാത്രമല്ല ഈ മേലുദ്യോഗസ്ഥരുടെ അനാവശ്യ ഇടപെടലുമൊക്കെ ഈ സ്വയം വിരമിക്കുന്നതിന് കാരണമായി മാറുന്നുണ്ട്. മാത്രമല്ല നമുക്കറിയാം, നമ്മൾ കുറേ നാൾ മുമ്പ് ചർച്ച ചെയ്തതുപോലെ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കായി പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ആത്മഹത്യാ പ്രവണതയും വർദ്ധിച്ചു വരികയാണ്. ആത്മഹത്യ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കുന്നുണ്ട്. നിലവിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ കണക്ക് പ്രകാരം ഏകദേശം 35ഓളം ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എന്നാണ് കണക്ക്. മാത്രമല്ല ഈ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും നിലവിൽ സർക്കാർ ശേഖരിച്ച് വരികയാണ്. ഇതിനു പിന്നാലെയാണ് ഇത്തരമൊരു നിർദ്ദേശം നിലവിൽ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ബോധവൽക്കരണം ഉൾപ്പെടെ നൽകണമെന്ന നിർദ്ദേശം സംസ്ഥാന സർക്കാർ തന്നെ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ രാഷ്ട്രീയ അതിപ്രസരം പോലീസിൽ വർദ്ധിക്കുന്നു എന്ന തരത്തിൽ വിവിധ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും രാഷ്ട്രീയ സമ്മർദ്ദം പോലീസിൽ വളരെ ശക്തമായി തുടരുകയാണ്. അത് അനുവദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാതെ പല ഉദ്യോഗസ്ഥരും സ്വയം വിരമിക്കലിലേക്ക് പോകുന്നുമുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കൂടിയാണ് എന്തുകൊണ്ട് സ്വയം വിരമിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ കൃത്യമായി നടത്തണമെന്ന ഒരു നിർദ്ദേശം കൂടി ക്രമസമാധാന ചുമതല ADGP നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ബോധവൽക്കരണം നൽകാനുള്ള നീക്കം പോലീസിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ബോധവൽക്കരണം നൽകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക ജില്ലാ പോലീസ് മേധാവികൾ താഴെ തലത്തിൽ ചോദിച്ചിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പകർപ്പാണ് ജനം TV പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ബോധവൽക്കരണം നടത്തിക്കൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോകാനാണ് നിലവിൽ പോലീസിലെ തീരുമാനം. രാജീവ്, ഈ സ്വയം വിരമിക്കലിന് കാരണമായിട്ടുള്ള പല ഘടകങ്ങളുണ്ട്. അത് അവധി ആവശ്യപ്പെട്ടിട്ടും അവധി ലഭിക്കാത്തവർ, രോഗം മൂലം അവധി ആവശ്യപ്പെട്ടാൽ പോലും ലഭിക്കാത്തവരുണ്ട്. മാത്രമല്ല ഈ വിദേശ ജോലി, ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ തേടി പോകുന്നവരൊക്കെ ഉണ്ട്. രാജീവ് നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ സമ്മർദ്ദവും ഒക്കെ ഈ മാനസിക സമ്മർദ്ദത്തിന്റെ കാരണമായി പറയുന്നുണ്ട്. അതുമാത്രമല്ല ഈ സേനയിലെ അംഗബലം, ഈ അവധി കിട്ടാത്തത് അംഗബലം കുറവായതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ, പകരക്കാരില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ. അംഗബലം കുറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ ഈ CPO റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടും ജോലി കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ ഇന്നലെ വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കടുത്ത സമരമുറകളായിരുന്നു. ഇന്നാണ് അവരത് ഇന്നലെയാണ് ഉപേക്ഷിച്ചിട്ട് എന്തായാലും അവരുടെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കൂടി കഴിഞ്ഞതോടെ